ശ്രീ ടി പി രാമകൃഷ്ണൻ കൂടി നമുക്കിപ്പം ടെലിഫോണിൽ ചേർന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീ ടി പി രാമകൃഷ്ണൻ, കേൾക്കാമോ അങ്ങക്ക് എന്നെ? ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉണ്ടെന്ന് പറയുന്നു. എന്താണ് അങ്ങയുടെ ഈ വിഷയത്തിലെ പ്രതികരണം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരത്തെ തന്നെ സംഘടനാപരമായി സജ്ജമാണ്. നല്ല പ്രതീക്ഷയോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ തുടരുകയാണ്. ഇപ്പോഴത്തെ ഭരണസമിതിക്ക് 5 വർഷം പൂർത്തിയാവുകയാണ്. ഇപ്പോഴത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണസമിതികൾക്ക് 5 വർഷം പൂർത്തിയാവുകയാണ്. ഈ സന്ദർഭത്തിൽ നിരവധി ജനക്ഷേമ നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. കേന്ദ്രീകരണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ തോതിലുള്ള പരിഗണന നൽകിയാണ് മുന്നോട്ട് പോയത്. ജനക്ഷേമ നടപടികളും വികസന പ്രവർത്തനങ്ങളും വൻതോതിൽ കേരളം ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രംഗത്ത് വൻകിട വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ ശക്തിപ്പെട്ടു വരികയാണ്. കേരളത്തിന്റെ തൊഴിലന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാകും. നിലവിലുള്ള തൊഴിൽ സാഹചര്യം പല പ്രശ്നങ്ങളെയും നേരിടുന്നുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം മുമ്പോട്ട് പോകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. വ്യക്തമാണ്. ശ്രീ ടി പി രാമകൃഷ്ണൻ, ഒരു കാര്യം കൂടി, ഇപ്പം ഈ പല ജില്ല, ഇപ്പൊ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയ്ക്ക് എടുത്താൽ കോൺഗ്രസും BJPയും ഒക്കെയും സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചു. ഇന്നലെ BJPയുടെ ഒരു ഘട്ട സ്ഥാനാർത്ഥികൾ വന്നു. കോൺഗ്രസ് പ്രചാരണമൊക്കെ ആരംഭിച്ചു. അപ്പൊ ഇന്ന് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപനം അത് ഇന്ന് പ്രതീക്ഷിക്കാമോ? അല്ല, എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും അതിവേഗം പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീണ്ടുപോയത് കൊണ്ടാണ് ഇത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപനം ഈ നിലയിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റ് വിഭജന കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ആശങ്കയുമില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഐക്യത്തോടുകൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരും. നല്ല വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്ഥാപനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലേക്ക് വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ പ്രശ്നങ്ങൾ എടുക്കുന്ന സമീപനത്തിന് അംഗീകാരമുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. വളരെയധികം നന്ദി ശ്രീ ടി പി രാമകൃഷ്ണൻ, നമുക്കിപ്പം ചേർന്നതിനും